ഹലോ നിളേ, ഹലോ. അവൾ കട്ടാക്കിയതറിയാതെ അയാൾ വിളിച്ചു. കോള് കട്ടായെന്ന് തോന്നിയപ്പോൾ നരേന്ദ്രൻ വീണ്ടും അവളുടെ നമ്പറിലേക്ക് ട്രൈ ചെയ്തു. അത് റിങ് ചെയ്യുകയും പിന്നെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അതവൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് തിരിച്ചറിവിൽ അയാൾക്ക് കാലി കയറി. അയാൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. നീരജയുടെ മുന്നിൽ ഒരു വിധത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ക്യാഷ് നിലയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അവൾ തന്നെ ചതിക്കുമോ എന്നയാൾ ഭയന്നു തുടങ്ങി. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയതാവുമെന്ന് കരുതി അയാൾ സമാധാനിക്കാൻ ശ്രമിച്ചു. ഭാര്യയുടെയും മകളുടെയും നമ്പറിലേക്ക് ഏറെ നേരം അയാൾ ട്രൈ ചെയ്തെങ്കിലും രണ്ടും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. ഒരു പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ട് നരേന്ദ്രൻ ഞെട്ടിപ്പോയി. നരേന്ദ്രൻ വേഗം മുഖം മറച്ചു കളഞ്ഞു. ആ പോലീസ് ജീപ്പ് അവിടുന്ന് പോയെന്ന് ഉറപ്പുവരുത്തി അയാൾ ധൃതിയിൽ ഒരു ഓട്ടോയിൽ കയറിപ്പോയി. പുറത്തിറങ്ങിയുള്ള ഈ സഞ്ചാരം അപകടമാണെന്ന് അയാൾക്ക് മനസ്സിലായി. എങ്ങാനും പോലീസിന് മുന്നിൽ ചെന്ന് പെട്ടാൽ പിന്നെ പുറത്തിറങ്ങുന്നത് പ്രയാസമാകും. എത്ര കാലം റിമാൻഡിൽ കഴിയേണ്ടി വരുന്ന പോലും അറിയില്ല. ഓട്ടോയിലിരിക്കെ ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അയാൾ. നിള ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡിലേക്കിട്ട് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നരേന്ദ്രൻ അന്ന് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇപ്പൊ തൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് ആ പണത്തിൻ്റെ ബലത്തിലാണ്. ഹോസ്പിറ്റൽ ചെലവ് മാത്രമാണ് ലക്ഷ്മിയമ്മ നോക്കുന്നത്. പിന്നെ അവൾ കിടക്കും ഉറക്കും കഴിക്കാൻ ഫ്രൂട്ട്സും മറ്റും വാങ്ങിക്കൊടുക്കും. മുൻപ് അവളുടെ എല്ലാ അധിക ചെലവുകളും ശ്രീ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പം ആ വഴി അടഞ്ഞത് കൊണ്ട് നിങ്ങൾ ആഡംബരത്തിൽ കുറവുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൊട്ട് സൂചി വാങ്ങുന്നത് പോലും സ്വന്തം പണത്തിലാണ്. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. കുഞ്ഞുണ്ടാകുന്നതുവരെ പിടിച്ചു നിൽക്കേണ്ടേ? കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എത്ര അവഗണിക്കാൻ നോക്കിയാലും ശ്രീ കുഞ്ഞുമായി അടുക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും അടുത്തില്ലെങ്കിൽ കേസ് കൊടുത്തിട്ടായാലും തൻ്റെയും കുഞ്ഞിൻ്റെയും അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന ചിന്തയിലായിരുന്നു അവൾ. അതുവരെ തൻ്റെ കാര്യങ്ങൾ കുറവൊന്നുമില്ലാതെ പോകാൻ അവൾക്ക് ഈ പണം അത്യാവശ്യമാണെന്ന് തോന്നി. അത് വാങ്ങിയപ്പോഴേ തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശമൊന്നും അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടായിരുന്നില്ല. അച്ഛൻ രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ കൈവശപ്പെടുത്തിയിരിക്കുന്നതൊന്നും തിരികെ കൊടുക്കാനുള്ള ഹൃദയവിശാലതയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. അവളങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ലക്ഷ്മിയമ്മ മുറിയിലേക്ക് കടന്നു വരുന്നത്. നിളെ, നിന്റെ അമ്മക്ക് സുഖമില്ലെന്ന്. ശ്രീകുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നീരജയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാ വരുന്നത്. നീരജ് അവിടെ ഒറ്റയ്ക്കല്ലേ? ഇന്നൊരു ദിവസം പോയി നിൽക്കുന്നെങ്കിൽ നീ റെഡിയാവ്, ഞങ്ങൾ കൊണ്ടുവിടാം. നീരജയ്ക്ക് നല്ല തളച്ചുണ്ടെന്നാ അവൻ പറഞ്ഞത്. ലക്ഷ്മിയമ്മ ചോദിക്കുന്നത് കേട്ട് അവളെന്തോ ആലോചിച്ചു. നീരജയ്ക്ക് ഇപ്പോൾ തന്നോടുള്ള മനോഭാവം മാറിയിട്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അങ്ങോട്ട് കയറി ചെന്നാൽ നല്ല പെരുമാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ താൻ ഇവിടുന്ന് ഇറങ്ങിയാൽ ശ്രീ തന്നെ ഒഴിവാക്കാൻ അതൊരു അവസരമാക്കി എടുക്കുമോ എന്ന് അവൾ ചിന്തിച്ചു. ഇനി ഒരിക്കലും ഇവിടേക്ക് തിരികെ കയറിപ്പറ്റാൻ കഴിയില്ല എന്നൊരു ഭയം അവളെ പൊതിഞ്ഞു. ഞാൻ പോകുന്നില്ല, എനിക്ക് തീരെ വയ്യ, ഒന്ന് കിടക്കട്ടെ. ധൃതിയിൽ മറുപടി പറഞ്ഞ് അവൾ ബെഡിലേക്ക് വീണ് കിടന്നു. ലക്ഷ്മിയമ്മയുടെ മുഖം ഇരുണ്ടുപോയി. അമ്മക്ക് വയ്യെന്നറിഞ്ഞിട്ട് കൂടി ഒന്ന് പോയി നോക്കാൻ പോലും അവൾക്ക് സൗകര്യമില്ല. എത്ര പ്രതീക്ഷയോടെയാണ് ഓരോ അച്ഛനും അമ്മയും മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒന്ന് തളരുമ്പോൾ മക്കൾ താങ്ങായി വരുമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമോ? ലക്ഷ്മിയമ്മക്ക് നീരജയെ ഓർത്ത് സഹതാപം തോന്നിപ്പോയി. നിളയെ ഒന്ന് കടുപ്പിച്ച് നോക്കി ലക്ഷ്മിയമ്മ മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ ശ്രീ ഒരു പുച്ഛച്ചിരിയോടെ നോക്കുന്നത് കണ്ടു. അവൻ ആദ്യമേ പറഞ്ഞിരുന്നു അവളോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. അതേ പുച്ഛച്ചിരിയോടെ അവൻ സ്റ്റെയർ കയറി പോയപ്പോൾ അവർ ചിന്തിച്ചത് നീരജയെക്കുറിച്ചായിരുന്നു. ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ ആരാരും കൂട്ടിനില്ലാതെ പട്ടിണി കിടക്കുന്ന നീരജയുടെ ദയനീയം നിറഞ്ഞ മുഖം ലക്ഷ്മിയമ്മയെ അസ്വസ്ഥമാക്കി. നിന്നെങ്ങനെ സന്തോഷത്തോടെ ഈ ജന്മം കാണാൻ പറ്റുമെന്ന് അമ്മ കരുതിയില്ലടാ. മീരി ഒന്ന് ഫ്രഷ് ആവാൻ പോയപ്പോൾ അവളെപ്പറ്റി ഒത്തിരി സന്തോഷത്തോടെ വാചാലനാകുന്ന മഹിയെ നോക്കി മീനാക്ഷിയമ്മ പറഞ്ഞു. എല്ലാം എൻ്റെ മോള് കാരണ. ഇപ്പഴാ എൻ്റെ ജീവിതത്തിന് അർത്ഥമൊക്കെ ഉണ്ടായത്. ഇനി എൻ്റെയും മോളുടെയും നല്ല കാലം അമ്മേ. അവൾ ഇന്ന് വരെ അറിയാത്ത എല്ലാ സന്തോഷങ്ങളും അവൾക്ക് കൊടുക്കണം എന്നുണ്ട് അമ്മ എനിക്ക്. അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും മോളെ അടക്കി പിടിച്ച് ജീവിക്കാൻ തന്നെയാണ് ഉദ്ദേശം? ചിരിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ ചോദിച്ചു. പിന്നെ അല്ലാതെ, മാഹി പറഞ്ഞു. അത് ശരി, അപ്പൊ അവൾക്കൊരു വിവാഹം കുടുംബജീവിതമൊക്കെ വേണ്ടേ? മീനാക്ഷിയമ്മ ചോദിച്ചു. മഹി കുറച്ചു നേരം നിശബ്ദനായി. എനിക്കവളെ തിരിച്ചു കിട്ടിയതേ ഉള്ളൂ അമ്മേ. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ്. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് അവളെ വിവാഹം കഴിച്ച് അയക്കാന്നാണോ? മാഹിയുടെ മുഖം പാടി. എന്നല്ലടാ, എന്നായാലും അവൾക്കൊരു കുടുംബം വേണ്ടേ? അവർ ചോദിച്ചു. വേണ്ടെന്നല്ല അമ്മേ, ഒരു വിവാഹം കൊണ്ട് തന്നെ അവൾ ഒത്തിരി അനുഭവിച്ചു. അതിൻ്റെ വിഷമം മാറും മുന്നേ ഇനി ഒരു പരീക്ഷണത്തിലേക്ക് അവളെ അയക്കണോ? എനിക്ക് പേടിയാമ്മേ. ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് എൻ്റെ മോളൊരാളെ ഏൽപ്പിക്കാൻ എനിക്ക് പേടിയാണ്, മാഹി പറഞ്ഞു.
എല്ലാവരും ഒരുപോലെ അല്ല മഹി. അമ്മ പുഞ്ചിരിച്ചു. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ ഇപ്പം അതേപറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അമ്മേ. ഒരു വിവാഹം കഴിക്കണമെന്ന് അവൾക്ക് കൂടി തോന്നുമ്പോൾ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. അതുവരെ ഞങ്ങൾ അച്ഛനും മോളും ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാം. മകന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ പുഞ്ചിരിയോടെ മാഹിയുടെ തലയിൽ തഴുകി. അവള് കുഞ്ഞല്ലേ അമ്മ, മാഹി ചിരിയോടെ പറഞ്ഞു. അങ്ങനെ നോക്കിയാ എനിക്ക് നീയും കുഞ്ഞ് തന്നെയാ. അവനവൻ്റെ കുഞ്ഞ് എത്ര വലുതായാലും അവർക്ക് കൊച്ചു കുഞ്ഞായിരിക്കും. അതും പറഞ്ഞ് മഹിയുടെ കവിളിൽ തട്ടി മീനാക്ഷിയമ്മ എണീറ്റ് പോയി. അപ്പോഴേക്കും മഹിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ബെഡിലിരുന്ന ഫോൺ എടുത്ത് നോക്കുമ്പോൾ രാജായിരുന്നു. മാഹി ഉടനെ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. നീ എന്ത് പണിയാടാ ഈ കാണിച്ചേ? നീ ഒത്തുതീർപ്പിന് എന്തിനാടാ സമ്മതിച്ചു കൊടുത്തേ? ദേഷ്യത്തോടെയുള്ള രാജന്റെ ചോദ്യം. നീ ഇതെങ്ങനെ അറിഞ്ഞു? അത് ഇത്ര പെട്ടെന്ന്? ചിരിയോടെ മാഹി തിരക്കി. അതൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഇത് പറ, കാശിന് വേണ്ടിയാണോ നമ്മൾ കേസ് കൊടുത്തത്? അവനകത്ത് പോയി നരകിക്കുന്നത് കാണാനല്ലേ? ഇതിപ്പോ കാശ് വാങ്ങി അവനെ വെറുതെ വിടാനായിരുന്നെങ്കിൽ ഇത്ര പാടുപെടാനായിരുന്നോ? രാജ അരിശത്തോടെ ചോദിച്ചു. അകത്ത് പോയി കിടന്ന് അവൻ തിന്നു കൊടുക്കുന്നത് കണ്ട് നിൽക്കണമെന്നാണോ നീ പറയുന്നേ? അകത്ത് പോയാ അതൊരു തരം രക്ഷപ്പെടലാണ്. എനിക്കവനെ ഇവിടെ പുറത്ത് കിട്ടണം. കണക്കുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ? അവനകത്ത് കിടക്കുന്നതിലും നല്ലത് ഇവിടെ എൻ്റെ കൺമുന്നിൽ കിടക്കുന്നതാ. അവൻ്റെ ജോലി പോയി, ഉണ്ടായിരുന്ന നിലയും വിലയും സ്വസ്ഥതയൊക്കെ പോയി. ഇനിയൊരു കാരണം കയ്യിലെടുക്കാനില്ലാതെ അവൻ തെരുവിലിറങ്ങുന്നത് എനിക്ക് കാണണം. എൻ്റെ മോൾ അവനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? മറ്റൊരുത്തൻ്റെ ചോരയാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ലേ അവൻ നീരജിയെ കല്യാണം കഴിച്ചത്? എന്നിട്ട് അവൻ എൻ്റെ മോളോട് ചെയ്തതൊക്കെ ഒരു ജയിൽവാസം കൊടുത്ത അത്ര ഈസി ആയിട്ട് ഞാൻ ക്ഷമിച്ച് കളയണോ? മഹിയുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് രാജനും തോന്നി. ഇപ്പൊ പോലീസിനെ ഭയന്ന് വീടും കുടുംബവും വിട്ട് ഒളിവിൽ കഴിയുമല്ലേ? അവൻ ഓടട്ടെ. ഈ കേസ് തീർക്കാൻ വേണ്ടി എത്രത്തോളം അവൻ ഓടിക്കാമോ അത്രയും ഞാൻ ഓടിക്കും. മഹി പകയോടെ പറഞ്ഞു. സൂക്ഷിക്കണം, എന്ത് ചെയ്യാൻ മഴയില്ലാത്തവനാ. രാജ ഓർമ്മിപ്പിച്ചതും മഹി പൊട്ടിച്ചിരിച്ചു പോയി. ആര്? എന്നെ കാറ് കൊണ്ടിടിച്ചിട്ട് പോലീസിനെ പേടിച്ച് ഒളിച്ചോടി അവനോ? മഹി പരിഹസിച്ച് ചിരിച്ചപ്പോൾ രാജൻ ചിരിച്ചുപോയി. അല്ല, ഇനി എന്താ അച്ഛൻ്റെയും മോളുടെയും പ്ലാൻ? രാജ ചിരിയോടെ തിരക്കി. ആദ്യം ആ ഹരിക്കെതിരെയുള്ള കേസ് ജയിക്കണം. അവനകത്ത് വിടാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. കേസ് തോറ്റാ എൻ്റെ മോള് ഭ്രാന്തിയാണെന്ന് കോടതി വിധിക്കും. ആ ഹരിയുടെ കയ്യിൽ തന്നെ അവളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവനെൻ്റെ മോളെ ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല. അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. കേസ് ഏത് വിധേനയും ജയിക്കണം. ആ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലടാ, മാഹി പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് ധ്രുവൻ ആ മുറി പാസ് ചെയ്ത് പോകുന്നത്. അവൻ മുകളിലേക്ക് പോകാതെ നേരെ മഹിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ആ, നീ വന്നോ? ഇരിക്ക്, മാഹി അവനോട് പറഞ്ഞു. ആരടാ? രാജ് ഫോണിലൂടെ ചോദിച്ചു. ധ്രുവാടാ, മാഹി മറുപടി കൊടുത്തു. അമ്മാവൻ ആ നരേന്ദ്രനെതിരെയുള്ള കേസ് പിൻവലിക്കാമെന്ന് അയാളുടെ വക്കീലിനോട് പറഞ്ഞു. അവൻ ഗൗരവത്തിൽ തിരക്കി. ദേ അടുത്തവൻ, നീയൊക്കെ എങ്ങനെയാണത് അറിഞ്ഞേ? മാഹി ചിരിച്ചു. അതാ വിശ്വൻ പറഞ്ഞതാവും. എന്നോടും വിശ്വനാ പറഞ്ഞത്, രാജ് ഫോണിലൂടെ പറഞ്ഞു. വിശ്വൻ എങ്ങനെയാണെന്ന ചിന്തയായിരുന്നു മഹിക്ക്. പിന്നെ വരലക്ഷ്മിയോടുണ്ടായിരുന്നല്ലോ, അവൾ പറഞ്ഞതാവുന്ന അയാൾ ചിന്തിച്ചു. അവൻ ജയിലിൽ പോയി തിന്നു കൊടുക്കരുതെന്നാണോ? അതാണോ അവനുള്ള ശിക്ഷ? മാഹിയുടെ ചോദ്യം കേട്ട് അവനും ആലോചനയിലാണ്ടുപോയി.